ഇ.ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കൈമാറുന്നതിൽ കരുവന്നൂർ ബാങ്കിന് കോടതി നോട്ടീസ് അയച്ചു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് കൈമാറാൻ തയ്യാറാണെന്ന ഇ.ഡിയുടെ ഹർജിയിലാണ് നോട്ടീസ്. സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറുണ്ടോ എന്ന് അറിയിക്കണമെന്ന് കലൂർ PMLA കോടതി നിർദ്ദേശിച്ചു. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, വിശദാംശം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികളുടെ 128 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ.ഡി കണ്ടുകെട്ടിയിരുന്നത്. ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തിരിച്ചു നൽകാനുള്ള നടപടികളൊക്കെ ഇ.ഡി ആരംഭിച്ചിരുന്നതാണ്. പല കേസുകളിലും ഇത്തരത്തിൽ തിരിച്ചു നൽകാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിരുന്നു. ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തിരിച്ചു നൽകാമെന്ന് ഇ.ഡി ബാങ്കിനെ അറിയിച്ചതുകൂടിയാണ്. എന്നാൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇ.ഡി കോടതിയിൽ ഒരു ഹർജി നൽകിയത്. പണം തിരികെ നൽകാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഹർജി നൽകിയിരുന്നത്. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇ.ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറുണ്ടോ എന്ന് അറിയിക്കണമെന്ന് ബാങ്കിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലാണ് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. മറുപടി സത്യവാങ്മൂലം നൽകണമെന്നും കലൂർ PMLA കോടതി ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ലിഡിയാണ് വിവരങ്ങൾ നൽകിയത്.